സ്വന്തം ഒരു വേണ്ട അവനെ അനിയനായിട്ട് കൂട്ടല്ല ചേട്ടനായിട്ട് കൂട്ടണ്ട, ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ. അതുപോലെ ഫ്രണ്ട്സ്, ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവരുടെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മനു ജിബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു വീഡിയോ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോയ്ക്കകത്ത് തനിക്കെതിരെ വധഭീഷണി വരുന്നുണ്ടെന്നും തന്നെ വധിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ സഹോദരനാണെന്നും താൻ ഇതിനെതിരെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടും പോലീസിൽ യാതൊരുവിധ നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പേ ഈ മനു ജിബിൻ എന്ന് പറയുന്ന ചാനലിൽ ഈ ജിബിൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൽ മനു എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പേ 1 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവരെ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർക്ക് ഇവരെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നല്ല രീതിയിൽ അതുകൊണ്ട് സോഷ്യൽ മീഡിയ ബുള്ളിങ് അനുഭവിക്കുന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് വിവാഹം ചെയ്തല്ലേ, ആ ഒരു വിവാഹം കൊണ്ടുണ്ടായ ഒരു സംഭവങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇത് അനുഭവിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സാധാരണ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അല്ലെ പൊതുവെ നടക്കുന്നത് 2 മീൻസ് ഒരു ഭാര്യ ഒരു പെണ്ണും ഒരാണും തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ഞങ്ങൾ 2 വ്യക്തികൾ മീൻസ് മനു ചേട്ടായും ഞാനും ഞങ്ങൾ 2 വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. മീൻസ് ഞങ്ങൾ തമ്മിൽ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇവരൊരു ഗേ കപ്പിളാണ്. ഇവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് 1 വർഷത്തിന് മുമ്പ് വിവാഹം കഴിച്ചു. വിവാഹത്തെ തുടർന്ന് ഇവരൊരു ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരുപാട് തരത്തിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് നമ്മുടെ നാട്ടിൽ പുതുമയുള്ളതൊന്നുമല്ല. ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ LGBTQ ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിലാകുകയോ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് വളരെ സുലഭമാണ്, വളരെ നോർമലാണ്. പക്ഷേ അതൊരിക്കലും ന്യായീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുമാത്രമല്ല, അതിനുശേഷം ഇവരുടെ ഈ ബന്ധത്തെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇതിൽ ഈ താടി വെച്ച ആളാണ്, മറ്റേ മുടിയൊക്കെ വളർത്തിയ ആളാണ് മനു എന്ന് പറയുന്നത്. ജിബിൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഈ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മനു എന്ന് പറയുന്ന ആൾ അത് അവരുടെ വീടിൻ്റെ ടെറസിൽ നിന്നും താഴെ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹവും, അതായത് ഈ ജിബിൻ എന്ന് പറയുന്ന ആളും ടെറസിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം വളരെയധികം ഡിപ്രഷനിൽ പോവുകയും ചാനലിൽ നിന്നെല്ലാം പുറകോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകൾ, കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് തെക്കും പൂക്കും അറിയാതെ കമൻ്റ് അടിക്കുന്ന ആളുകളെല്ലാം അദ്ദേഹത്തെ ഇദ്ദേഹം കൊന്നതാണ് എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇദ്ദേഹം ഒരു ഗേ കപ്പിളാണെന്ന് നാട് മൊത്തം അറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ അറിഞ്ഞതിനോട് തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തുനിന്നും എല്ലാം ഉള്ള പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഈ വീഡിയോയിൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ അശ്ലീലമായി പരാമർശിക്കുന്ന ആളുകളെക്കുറിച്ച് മോശമായിട്ട് പറയുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ അനിയൻ ഇത് പ്രൊവോക്ക് ആകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നിട്ടാണ് അദ്ദേഹം തനിക്കെതിരെ വധഭീഷണിയുണ്ട്, തന്നെ വധിക്കാൻ സാധ്യതയുണ്ട്, താൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ സഹോദരനായിരിക്കും ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോ കാണാം. ഇപ്പം എൻ്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുൾ അടിച്ച് തകർത്ത അനിയൻ. ഞാൻ കഴിഞ്ഞ ഒരു റീൽസ് ഇട്ടായിരുന്നല്ലോ അല്ലേ, അപ്പൊ റീൽസിന് കുറെ എന്താ പറയണ്ടേ, അവന്റെ കൂട്ടുകാരനല്ല ചെയ്തെന്ന് പറഞ്ഞ് ഇവന്, എന്റെ അനിയന്, അതായത് ബിബിൻ എന്ന് പറയുന്നവന് എന്നോട് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ല. ഞാൻ ഇവനായിട്ട് യാതൊരു ഇടപാടുമില്ല. നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ എന്നെ വെല്ലു വിളിച്ചു വിട്ടിരുന്നത്. ഇവൻ എന്നെ കൊല്ലും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരെന്നെ വെല്ലു വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനെ ആയാലും ആൾക്കാരെല്ലായിട്ട് ഉപദ്രവിച്ചു. എന്റെ കാര്യത്തിന് വേണ്ടി കേട്ടോ, വേറെ ഒന്നുമല്ല. ഉപദ്രവിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇവൻ എന്നെ ഞാൻ വിട്ടിരിക്കുന്ന പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി വിളിക്കും. ഇത്രയും വിളിച്ചോട്ടെ, എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവന്റെ സംസ്കാരമില്ലായ്മയായിരിക്കും, എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല. പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് നിന്നെ കൊല്ലും മറ്റേ മറിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇടാലോ. ഇവൻ എന്നെ വെല്ലു വിളിക്കുമായിരുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാട്ടിൽ നിന്നും സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും എല്ലാം നേരിടുന്നുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടു. വീട്ടിൽ നിന്നുള്ള എതിർപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അമ്മയും അച്ഛനും സപ്പോർട്ടാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത്. വലിയ പ്രശ്നമില്ലാതെ, കാരണം സ്വന്തം മക്കളല്ലേ. പക്ഷേ അനിയനും സുഹൃത്തുക്കൾക്കും എല്ലാം പ്രശ്നമുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തെ ചൊല്ലി അനിയൻ ഇദ്ദേഹത്തെ പലതവണ വധിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഇവൻ എവിടുത്തെ ആരും അധികാരം കൊടുത്തു ഇവൻ എന്നെ തല്ലിക്കൊല്ലാൻ? കുറെ നാളെ തുടങ്ങി, ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല്ല്. മടുത്തു, അതുപോലെ മടുത്തു സത്യമായിട്ടും.
ഇത് സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിൽ ഇത്തരത്തിലൊരാളുണ്ടാകുമ്പോഴത്തേനും ബാക്കിയുള്ള ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ഇത് ചൊല്ലി ഈ നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നതോ കുത്തിപ്പറയുന്നതോ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ അയാളോട് വിദ്വേഷം തോന്നാനുള്ളൊരു കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുതന്നെയായിരിക്കും അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പുറത്തിറങ്ങുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഈ മറ്റൊരു സഹോദരൻ, ഗേ ആയിട്ടുള്ള സഹോദരനെ വെച്ച് ബാക്കിയുള്ളവർ കളിയാക്കുകയോ കുത്തിപ്പറയുകയോ ചെയ്യുന്ന സാഹചര്യം മൂലമായിരിക്കാം അങ്ങനെ ഒരാളെ വധിക്കണം എന്ന രീതിയിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് വധിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതെങ്കിലും പോലീസാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരു വധഭീഷണി ഉണ്ടെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പോലീസാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതേ തരത്തിലുള്ളൊരു നടപടിയാണ് ഉണ്ടായതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ബാക്കി കേൾക്കാം. ഏതായാലും ഈ വീഡിയോയുടെ ബാക്കി കാണാം. എനിക്ക് ഇങ്ങനെ ഒരു അണിയൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല. എനിക്കിനി വേണ്ടെന്നാലും സത്യമായിട്ടും പറയണം, എനിക്ക് വേണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല, ഈ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ്. സ്വന്തം ഒരു വേണ്ട, അവനെ അനിയനായിട്ട് കൂട്ടല്ല, ചേട്ടനായിട്ട് കൂട്ടണ്ട. ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ? ഒന്നും പറയാനല്ല ഇനി. ഓക്കെ, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ്. ഇപ്പോൾ ഇതൊരു ഗേ കപ്പിളോ ട്രാൻസ്ജെൻഡറോ ആരോ ആയിക്കോട്ടെ, ഇതൊരു മനുഷ്യൻ എന്നൊരു പരിഗണന കൊടുക്കാം. മനുഷ്യൻ എന്നൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ പോലും ഒരു ജീവനാണ് എന്നുള്ളൊരു പരിഗണന കൊടുക്കാം. ഇനി ഇത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എനിക്കത് വ്യക്തമായില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാം, കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത് പോലീസുകാർ പറഞ്ഞെന്ന് എന്നെപ്പോ ഉള്ള ഈ വീട്ടിൽ കയറ്റില്ലെന്ന് അത് പോലീസുകാർ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പൊ പിന്നെ ഇനി ബാക്കി കാര്യങ്ങൾ ഇനി മുമ്പോട്ട്. എനിക്ക് സത്യം പറഞ്ഞാല് പേടിയും കാര്യങ്ങളല്ല. യെസ്, ഉറപ്പാട് മനുഷ്യ സഹജമാണ് പേടി. ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, ഉറപ്പാട്. ഞാനിപ്പോൾ ആ ഒരു ഇതിലാണ് കഴിയുന്നത്. കാരണം വെച്ചാൽ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്നേ അവർക്ക് ഞാൻ ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ടാണ് ജനിക്കുന്നത്, അപ്പനമ്മയ്ക്കും കൂടെ കൊണ്ടുപോകാൻ ഞാൻ വരികയായിരുന്നു. അതുപോലെ ഫ്രണ്ട്സ്, ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനും അവരുടെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ പബ്ലിക്കായിട്ടൊരു പ്രസ്താവനയൊക്കെ നടത്തിയ സ്ഥിതിക്ക് പോലീസ് എന്തായാലും ഈ വിഷയത്തെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ട് ഇതിനെതിരെയുള്ള നടപടി എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ബേസിക്കലി ഇത്തരത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇവരെ ഇത്തരത്തിൽ സൈബർ ബുള്ളിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരെങ്ങനെയോ ജീവിച്ചോട്ടെ, അവരെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി നമ്മളെ ശല്യം ചെയ്യാത്തടത്തോളം കാലം അനാവശ്യമായിട്ട് അവരെ കളിയാക്കേണ്ടതോ മോശമായിട്ട് ചിത്രീകരിക്കേണ്ടതോ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരും അവരുടെ ജീവിതം ജീവിക്കട്ടെ. നമ്മൾ ദ്രോഹിക്കുമ്പോൾ നമ്മളെ ഒരാൾ കുറ്റം പറയുമ്പോൾ നമുക്ക് വിഷമിക്കുന്ന പോലെ, നമുക്ക് ഫീലിങ്സ് വരുന്ന പോലെ ഇവർക്കും ഉണ്ടാകാം. നമ്മൾക്ക് ഉണ്ടാകുന്നതിലും അധികമായി ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇവരെക്കുറിച്ചൊക്കെ മോശമായിട്ട് പറയുന്നുണ്ട്. ഇവരെന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, ഈ ഒരു ഇത്തരത്തിലുള്ള നേച്ചറുള്ള ആളുകൾ. സോ ഇവരെ നിങ്ങൾ മനുഷ്യനായി പരിഗണിക്കൂ, ഇവരെ നിങ്ങൾ ഒരു ജീവനായി പരിഗണിക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇവർ രക്ഷപ്പെട്ട ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സഹോദരനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ. പോലീസ് ഈ കാര്യത്തിൽ അനാസ്ഥ കാണിച്ചു എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എൻ്റെ ഒന്നും യാഥാർത്ഥ്യം നമുക്കറിയില്ല. എന്നിരുന്നാലും ഈ പ്രശ്നത്തിനൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് ഇടപെടുക, ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെക്കുറിച്ച്, ഗേ ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സഭ്യമായ ഭാഷയിൽ മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.